മൂന്നാം കണ്ണ്, ഹൃദയം, നാഭി ഇതിൽ ഏതാണ് യഥാർത്ഥ കേന്ദ്രം? എവിടെ കേന്ദ്രീകരിച്ചാലാണ് ഒരുവൻ പ്രബുദ്ധനാകുന്നത്? കേന്ദ്രങ്ങൾക്കുമപ്പുറം കേന്ദ്രീകരണം എന്ന പ്രക്രിയ എങ്ങനെ നമ്മെ നാഭി എന്ന ആദിമ ഉറവിടത്തിലേക്ക് എത്തിക്കുന്നു? സന്യാസം എന്നത് ജീവിതത്തോടുള്ള വിരക്തിയാണോ? അതോ ജീവിത നിഷേധമാണോ? ബുദ്ധൻ വിഭാവനം ചെയ്ത സന്യാസം എങ്ങനെയാണ് ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള മധ്യമാർഗമാകുന്നത്? തിരഞ്ഞെടുപ്പുകളില്ലാത്ത ആനന്ദം എങ്ങനെ കണ്ടെത്താം? നമ്മുടെ ഹൃദയ കേന്ദ്രത്തെ എങ്ങനെ വികസിപ്പിക്കാം? ശിരസിൻ്റെ യുക്തിയിൽ നിന്ന് ഹൃദയത്തിൻ്റെ ആർദ്രതയിലേക്ക് മാറുവാനുള്ള പ്രായോഗിക വിദ്യകൾ ഏതെല്ലാമാണ്? നമ്മുടെ സ്നേഹബന്ധങ്ങളിലെ കലഹങ്ങളെ എങ്ങനെ നേരിടണം? സ്നേഹത്തിൽ കാപട്യം കാണിക്കുന്നത് നമ്മുടെ വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നു? സത്യസന്ധമായ ഒരു ജീവിതത്തിലൂടെ എങ്ങനെ മനസ്സിനെ മറികടന്ന് ഉപാധികളില്ലാത്ത സ്നേഹത്തിലേക്ക് എത്താം നമുക്ക്? ഏറ്റവും പ്രിയമുള്ളവരെ, നമസ്കാരം. വിജ്ഞാൻ ഭൈരവതന്ത്രയുടെ ആഴങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് നാം എത്തി നിൽക്കുന്നത് മനുഷ്യജീവിതത്തിൻ്റെ ഉറവിടം തേടിയുള്ള ഒരു ചോദ്യോത്തരവേളയിലാണ്. പലപ്പോഴും ആത്മീയ സാധകർക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. മൂന്നാം കണ്ണിനാണോ, ഹൃദയത്തിനാണോ, അതോ നാഭിക്കാണോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന്? ഒരു വലിയ ഉറവിടത്തെ കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന പ്രധാന ചോദ്യങ്ങൾക്ക് ഓഷോ നൽകുന്ന ഉത്തരങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ ആത്മീയ യാത്രയിലേക്ക് നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ പല വിദ്യകളിൽ പല കേന്ദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. മൂന്നാം കണ്ണ്, ഹൃദയം, സുഷ്മന എന്നിങ്ങനെ. എന്നാൽ അടിസ്ഥാനപരമായ ഒരു സത്യം മനസ്സിലാക്കണം. നമ്മൾ ഏത് കേന്ദ്രമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നത് അപ്രധാനമാണ്. അർത്ഥവത്തായ കാര്യമെന്നത് നമ്മൾ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതാണ്. ബോധം ഒരു ബിന്ദുവിൽ ഉറച്ചു നിൽക്കുന്ന ആ നിമിഷം ആ കേന്ദ്രം ഏതു തന്നെയായാലും നമ്മൾ സ്വാഭാവികമായും നമ്മുടെ ആദിമ ഉറവിടമായ നാഭിയിലേക്ക് പതിക്കും. അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനപരമായ കേന്ദ്രം നാഭിയാണ്. ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഈ നാഭിയിലൂടെയാണ്. അവിടെയാണ് നമ്മുടെ വേരുകൾ. നമ്മൾ ഹൃദയത്തിലോ മൂന്നാം കണ്ണിലോ കേന്ദ്രീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. ആ കേന്ദ്രീകരണം പൂർണ്ണമാകുന്ന നിമിഷം ബോധം അതിൻ്റെ പ്രഭവ കേന്ദ്രമായ നാഭിയിലേക്ക് താഴേക്കൊഴുകും. ഇതൊരു മരത്തിൻ്റെ ശാഖയിൽ നിന്ന് വേരുകളിലേക്ക് ഊർജം എത്തുന്ന പോലെയാണ്. ശിരസിൽ അഥവാ മസ്തിഷ്കത്തിൽ കേന്ദ്രീകൃതനാകുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ശിരസ് അധിഷ്ഠിതമായിരിക്കുന്നത് സംശയത്തിലും നിഷേധത്തിലുമാണ്. ഹൃദയത്തിനാകട്ടെ സ്നേഹവും സമർപ്പണവും എളുപ്പമാണ്. എന്നാൽ നമ്മുടെ സംശയം അത്രയ്ക്കും തീവ്രമായി സ്വന്തം മനസ്സിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയാൽ അവിടെയും ഒരു കേന്ദ്രീകരണം സംഭവിക്കാം. ഇത് വളരെ അപൂർവമാണെങ്കിലും അങ്ങനെ സംഭവിച്ചാലും നിമിഷ നേരം കൊണ്ട് നമ്മൾ നാഭീകേന്ദ്രത്തിലേക്ക് പതിക്കും. ബുദ്ധമതക്കാർ 9 ചക്രങ്ങളെക്കുറിച്ചും ഹിന്ദുക്കൾ 7 ചക്രങ്ങളെക്കുറിച്ചും ടിബറ്റുകാർ 13 ചക്രങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇവയൊന്നും പരസ്പര വിരുദ്ധമല്ല. ഇതിലേതാണ് ശരിയെന്ന് ചിന്തിച്ച് പരിഭ്രമിക്കേണ്ട ആവശ്യവുമില്ല നമുക്ക്. ശരീരത്തിലെ ഏതൊരു സ്ഥാനത്തെയും നമുക്ക് കേന്ദ്രീകരണത്തിൻ്റെ ലക്ഷ്യമാക്കാം. താവമാർഗക്കാർ കാലിലെ പെരുവിരൽ പോലും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. കേന്ദ്രം മാറിയാലും കേന്ദ്രീകരണം എന്ന പ്രക്രിയ നിങ്ങളിലെ നിശബ്ദതയിലേക്ക് തന്നെ എത്തിക്കും. ഓർമ്മിക്കുക, കേന്ദ്രം ഒരു ഉപായം മാത്രമാണ്. പ്രധാനം നമ്മുടെ കേന്ദ്രീകരിക്കപ്പെട്ട ബോധമാണ്. കേന്ദ്രീകരിക്കപ്പെട്ട ബോധം അതിൻ്റെ ഉറവിടത്തിലേക്ക് തനിയെ എത്തിച്ചേരും. നമുക്കുള്ളിൽ 9, 7, 13 ചക്രകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ചക്രകൾ അതിൽ കൂടുതലുമുണ്ട്. എന്നാൽ
ഇവയെല്ലാം വികസിപ്പിക്കുന്നതിന് പകരം നമ്മുടെ ബോധം സ്വാഭാവികമായും എവിടേക്കാണ് ഒഴുകുന്നതെന്ന് തിരിച്ചറിയുകയാണ് പ്രധാനം. ജീവശാസ്ത്രപരമായി നമ്മുടെ മുഴുവൻ ഊർജവും ലൈംഗിക കേന്ദ്രത്തിലേക്കാണ് പ്രവഹിക്കുന്നത്. ഈ പ്രകൃതിദത്തമായ പ്രവാഹത്തെ എങ്ങനെ ആത്മീയതയ്ക്കായുള്ള വാഹനമാക്കി മാറ്റാമെന്ന് തന്ത്രവിദ്യയിലൂടെ നമുക്ക് നോക്കാം. സമൂഹം നമ്മുടെ ശരീരത്തെ രണ്ടായി ഭാഗിച്ചിരിക്കുകയാണ്. മുകൾ ഭാഗം ഉത്കൃഷ്ടമെന്നും താഴ്ഭാഗം അധമമെന്നും അഥവാ നീചമെന്നും നാം കരുതുന്നു. ഈ വിഭജനം കാരണം നാം നമ്മുടെ ലൈംഗിക കേന്ദ്രത്തെ നമ്മിൽ നിന്ന് തന്നെ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. മനുഷ്യർക്ക് ലൈംഗിക അവയവങ്ങൾ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധം നാം അവയെ അബോധ മനസ്സിലേക്ക് ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഈ അടിച്ചമർത്തലാണ് യഥാർത്ഥ ആത്മീയ ഉണർവിന് തടസ്സമാകുന്നത്. എപ്പോഴെല്ലാം നമുക്ക് ലൈംഗികമായ ആസക്തി ഉണരുന്നുവോ അപ്പോഴെല്ലാം പരിഭ്രമിക്കാതെ കണ്ണുകളടയ്ക്കുകയും നമ്മുടെ ഊർജം ലൈംഗിക കേന്ദ്രത്തിലേക്ക് പ്രവഹിക്കുന്നത് അനുഭവിക്കുകയും ചെയ്യുക. അതിനെ ഒരു നിരീക്ഷണ കേന്ദ്രമാക്കി മാറ്റുക. അവിടെ പൂർണ്ണമായും കേന്ദ്രീകരിക്കുമ്പോൾ ഒരു അതിശയം അവിടെ സംഭവിക്കും. ലൈംഗികാവേശം അപ്രത്യക്ഷമാകുകയും ആ ഊർജം പ്രകാശപൂർണമായ ജീവശക്തിയായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യും. ആ നിമിഷങ്ങളിൽ നിങ്ങൾ വിസ്മരിക്കുകയും ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുകയും ചെയ്യും. തന്ത്രയും സാധാരണ സദാചാരവാദികളും തമ്മിലുള്ള വ്യത്യാസം എന്നത് സന്മാർഗവാദികൾ ലൈംഗികതയെ ഭയപ്പെടും. അവർ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കുകയാണ് ചെയ്യുക. എന്നാൽ തന്ത്ര പറയുന്നത് ഒഴുക്കിനോടൊപ്പം നീന്താനാണ്. നമ്മുടെ ബോധം സ്വാഭാവികമായി ഒഴുകുന്ന കേന്ദ്രത്തെ തന്നെ ധ്യാനത്തിന് ഉപയോഗിക്കുമ്പോൾ പരിവർത്തനം വേഗത്തിലാകും. ലൈംഗിക കേന്ദ്രത്തിൽ കേന്ദ്രീകരണം പൂർണ്ണമാകുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ തനിയെ നാഭീകേന്ദ്രത്തിലേക്ക് പതിക്കും. ഇവിടെ നമ്മൾ ലൈംഗിക കേന്ദ്രത്തെയാണോ അതോ കാലിലെ പെരുവിരലിനെയാണോ കേന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്നതെന്നത് അപ്രധാനമാണ്. കേന്ദ്രീകരിക്കപ്പെട്ട ബോധം അതിൻ്റെ ഉറവിടത്തിലേക്ക് എത്താതിരിക്കില്ല. ലൈംഗികത ഒരു ആസക്തിയല്ല, മറിച്ചൊരു ഊർജപ്രവാഹമാണ് എന്ന് തിരിച്ചറിയുന്നതോടെ ആത്മീയതയുടെ വാതിലുകൾ നമുക്ക് മുൻപിൽ തുറക്കപ്പെടും. ഓഷോ ഈ സത്യമെല്ലാം പറഞ്ഞതുകൊണ്ടാണ് മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ ജൈവോർജത്തെ ഭയപ്പെടാതെ അതിനെ ബോധപൂർവം ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ സന്യാസം തുടങ്ങുന്നത്. പലർക്കും തോന്നാറുള്ള ഒരു സംശയമാണ്, ബുദ്ധൻ എന്തിനാണ് ഇത്രയധികം ആളുകളെ സന്യാസിമാരാക്കി മാറ്റിയത്? ലൗകിക ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി യാചിച്ചു ജീവിക്കുന്നത് ജീവിതത്തോടുള്ള വിരക്തിയല്ലേ എന്നല്ല. ഇത് ലൗകികതയുടെ മറ്റേ അറ്റമായ ഒരുതരം ആത്മഹത്യയല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ബുദ്ധൻ്റെ മധ്യമാർഗത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണ മനുഷ്യൻ എന്നത് ഒന്നുകിൽ ജീവിതത്തോട് ആസക്തിയുള്ളവനാണ്, അല്ലെങ്കിൽ ജീവിതം മടുക്കുമ്പോൾ മരണത്തെ കൊതിക്കുന്നവനാണ്. ആത്മഹത്യ ചെയ്യുന്ന ഒരുവൻ ജീവിതത്തോടുള്ള വിരക്തി കൊണ്ടല്ല അത് ചെയ്യുന്നത്, മറിച്ച് അയാൾക്ക് ലഭിക്കാൻ ആഗ്രഹിച്ച ജീവിതം ലഭിക്കാത്തതിൻ്റെ നിരാശ കൊണ്ടാണ്. ജീവിതത്തോട് അമിതമായ ആസക്തിയുള്ളവർക്ക് മാത്രമേ ആത്മഹത്യ ചെയ്യാൻ കഴിയൂ. മനസ്സൊരു പെണ്ടുലം പോലെ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് ആടിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധൻ്റെ കാലത്ത് ജീവിതം ദുഃഖമാണെന്നും അതിനാൽ ആത്മഹത്യയാണ് ഏക പോംവഴിയെന്നും പഠിപ്പിച്ചിരുന്ന ചിന്തകരുണ്ടായിരുന്നു. ആധുനിക കാലത്തെ സിഗ്മണ്ട് ഫ്രോയിഡും ജീൻ പോൾ സാർത്രും പോലുള്ളവർ മനുഷ്യന് പൂർണ്ണമായി സന്തോഷവാനാകാൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ബുദ്ധൻ പറഞ്ഞത് മറ്റൊന്നാണ്. ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നവൻ അറിയാതെ മരണത്തെയും തിരഞ്ഞെടുക്കുന്നുവെന്ന്. നമ്മൾ സ്നേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ വെറുപ്പിനെയും തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പാണ് ദുഃഖത്തിന് കാരണം. ബുദ്ധൻ്റെ സന്യാസം ജീവിത നിഷേധമല്ല, മറിച്ച് ജീവിതത്തെയും മരണത്തെയും ഒരുപോലെ നിഷേധിക്കലാണ്. സന്യാസി ജീവിതത്തോടും മരണത്തോടും ഒരുപോലെ താല്പര്യമില്ലാത്തവനാകുന്നു. അയാൾ വിപരീത ധ്രുവങ്ങളുടെ മധ്യത്തിൽ നിശബ്ദനായി നിലനിൽക്കുകയാണ്.
ഒരു സന്യാസി ഇടതുപക്ഷക്കാരനോ വലതുപക്ഷക്കാരനോ അല്ല. അയാൾ മധ്യത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട ബോധമാണ്. ഈ സന്തുലിതാവസ്ഥയിലാണ് യഥാർത്ഥ ആനന്ദമുള്ളത്. തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ ദുഃഖിതനാകുന്നത്. നമ്മൾ സ്നേഹത്തെ തിരഞ്ഞെടുത്താൽ വെറുപ്പതിൻ്റെ ഭാഗമായി കൂടെ വരും. എന്നാൽ നമ്മൾ ഒന്നും തിരഞ്ഞെടുക്കാതെ മധ്യത്തിൽ വർത്തിക്കുകയാണെങ്കിൽ നമ്മളെ ദുഃഖിതനാക്കാൻ ആർക്കും കഴിയില്ല. സ്നേഹവും വെറുപ്പും ജീവിതവും മരണവും ഒരേ ഊർജത്തിൻ്റെ രണ്ടറ്റങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് അവയ്ക്കിടയിൽ നിശ്ചലനാകുക. ഈ നിശ്ചലതയാണ് സന്യാസം. തിരഞ്ഞെടുപ്പുകളില്ലാത്ത മധ്യസ്ഥാനമാണ് സത്യം. അവിടെ എത്തുമ്പോൾ നമ്മൾ നിശബ്ദനും നിശ്ചലനുമായി മാറും. ഇതുവരെ നമ്മൾ കേന്ദ്രീകരണത്തെക്കുറിച്ചും മധ്യമാർഗത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെ എങ്ങനെ വികസിപ്പിക്കാം എന്നതാണ്. നമ്മൾ അധികവും ശിരസിലാണ് ജീവിക്കുന്നതെന്ന് മുൻപ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഹൃദയത്തിലേക്ക് ഊർജം മാറ്റുമ്പോൾ നമ്മുടെ ജീവിത വീക്ഷണം തന്നെ മാറും. ഇതിനായിട്ട് വിചിത്രമെന്ന് തോന്നാവുന്ന എന്നാൽ ഫലപ്രദമായ ചില വിദ്യകൾ ശിവൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഹൃദയത്തെ ഉണർത്താനുള്ള ഒന്നാമത്തെ വിദ്യ എന്നത് ശിരസില്ലാത്തവനായി ഭാവനയിൽ കാണുക എന്നതാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോഴോ നമ്മുടെ കഴുത്തിന് മുകളിൽ തലയില്ല എന്ന് സങ്കല്പിക്കുക എന്നതാണ്. ഇത് വെറും ഭാവനയല്ല. ഊർജത്തിനൊരു നിയമമുണ്ട്. ഒരു കേന്ദ്രം അടഞ്ഞാൽ ഊർജം മറ്റൊരു വഴി തേടുമെന്നത്. അന്ധതയുള്ളവർക്ക് കേൾവിശക്തി കൂടുന്നത് കണ്ണിലൂടെയുള്ള ഊർജം കാതിലേക്ക് ഒഴുകുന്നത് കൊണ്ടാണ്. അതുപോലെ നമ്മൾ ശിരസില്ലാത്തവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ ശിരസിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഊർജം പെട്ടെന്ന് താഴെയുള്ള ഹൃദയത്തിലേക്ക് പതിക്കും. മറ്റൊരു വിദ്യ എന്നത് നമ്മൾ കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ സ്വന്തം കണ്ണുകളിലേക്ക് തന്നെ നോക്കുക എന്നതാണ്. പക്ഷേ ആ കാഴ്ച ശിരസിൽ നിന്നാകരുത്, മറിച്ച് ഹൃദയത്തിൽ നിന്ന് അനുഭവിക്കണം. നമ്മുടെ ഹൃദയമാണ് ഈ ലോകത്തെ കാണുന്നതെന്ന് സങ്കല്പിക്കണം. ഈ ലളിതമായ മാറ്റത്തിലൂടെ നമ്മുടെ നോട്ടത്തിൽ പോലും ഒരു പ്രത്യേക ആർദ്രത വരുന്നത് കാണാൻ കഴിയും. നമ്മുടെ ശിരസ് ലോകത്തെ വിശകലനം ചെയ്യുമ്പോൾ ഹൃദയം ലോകത്തെ സ്നേഹിക്കുകയാണ്. ജപ്പാനിലെ പലരും ഇന്നും വിശ്വസിക്കുന്നത് തങ്ങൾ ഉദരത്തിലൂടെയാണ് ചിന്തിക്കുന്നത് എന്നാണ്. അത്തരമൊരു കാഴ്ചപ്പാട് അവരെ കൂടുതൽ ശാന്തരും നിശബ്ദരുമാക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പ്രണയത്തിലായ ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് നാം പറയുന്നത്? അതിൻ്റെ കാരണം അയാളുടെ ശിരസ് നഷ്ടപ്പെടുകയും ഇപ്പോൾ അയാൾ ഹൃദയത്തിലൂടെയാണ് ജീവിക്കുന്നതും എന്നതാണ്. സ്നേഹമുള്ളവനാകുക എന്നതാണ് ഹൃദയത്തെ തുറക്കുവാനുള്ള രണ്ടാമത്തെ വഴി. സ്നേഹമില്ലാത്ത ഒരാൾക്ക് ഹൃദയകേന്ദ്രം പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. നമ്മളൊരു വ്യക്തിയെ മാത്രമല്ല, മുഴുവൻ പ്രപഞ്ചത്തെയും സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയകേന്ദ്രം വികസിക്കുകയുള്ളൂ. ഓരോ വസ്തുവിനോടും, നമ്മളിരിക്കുന്ന കസേരയോട് പോലും നന്ദിയുള്ളവരാകണം നമ്മൾ. നമ്മുടെ ശിരസ് എന്നത് എപ്പോഴും വിഭജിക്കുന്നതാണ്. അത് ലോകത്തെ കഷ്ണങ്ങളായി കാണുന്നു. എന്നാൽ ഹൃദയം സമന്വയിപ്പിക്കുന്നതാണ്. ഹൃദയത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാണെന്ന് നമുക്ക് അനുഭവപ്പെടും. ശാസ്ത്രത്തിന് ദൈവത്തെ കണ്ടെത്താൻ കഴിയാത്തത് അത് ശിരസിലൂടെ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഹൃദയത്തിന് മാത്രമേ പ്രപഞ്ചത്തിൻ്റെ ഏകത്വം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഈ സ്നേഹാനുഭൂതിയാണ് ദൈവത്വത്തിലേക്കുള്ള യഥാർത്ഥ പാത. ഹൃദയം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലോകം മൊത്തത്തിൽ മാറും. യുക്തിയേക്കാൾ കവിതകൾക്കും സംഗീതത്തിനും നമ്മൾ പ്രാധാന്യം നൽകാൻ തുടങ്ങും. ഹൃദയം തുറക്കുവാനുള്ള 1-2 വിദ്യകളെക്കുറിച്ച് നാം ചർച്ച ചെയ്തു. ഹൃദയം ഉണരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അഹിംസ എന്നത്. ഇത് ശിരസിൽ നിന്ന് വരുന്ന ഒരു നിയമമല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്ന് ഒഴുകുന്ന ആർദ്രതയാണ്.
മഹാത്മാഗാന്ധിയുടെയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും ജീവിതത്തിലൂടെ സ്നേഹത്തിൻ്റെ ഈ രണ്ട് വശങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. മഹാത്മാഗാന്ധിയുടെ അഹിംസ എന്നത് ശിരസിൽ നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് വിളിച്ചു. ഓരോ പ്രവൃത്തിയെയും യുക്തിയോടെ വിശകലനം ചെയ്ത് സദാചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അഹിംസ നടപ്പിലാക്കി. എന്നാൽ കവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അഹിംസ ഹൃദയത്തിൽ നിന്നുള്ളതായിരുന്നു. ഒരിക്കൽ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ പുൽത്തകിടിയിലിരിക്കാൻ ഗാന്ധിജി ക്ഷണിച്ചപ്പോൾ ടാഗോർ വിസമ്മതിച്ചു. ഈ ഓരോ പുൽനാമ്പും എൻ്റെ അത്രയും തന്നെ ജീവനുള്ളതാണ്, അതിനെ ചവിട്ടാൻ എനിക്ക് കഴിയില്ല എന്നായിരുന്നു ടാഗോറിൻ്റെ മറുപടി. ഇത് യുക്തിയല്ല, മറിച്ച് ഹൃദയം തൊട്ടറിഞ്ഞ സ്നേഹമാണ്. നമ്മുടെ ഹൃദയം ഉണരണമെങ്കിൽ എല്ലാ വസ്തുക്കളോടും സ്നേഹപൂർണമായ ഒരു സമീപനം നമ്മൾ വളർത്തിയെടുക്കണം. നമ്മളിരിക്കുന്ന കസേരയോട് പോലും നന്ദിയുള്ളവരാവുക. ഞാനിത് പരിശീലിക്കാറുണ്ട്, അതിൻ്റെ ഒരു സുഖം ഞാൻ അനുഭവിക്കുന്നുമുണ്ട്. ഭാരതീയർ ഭക്ഷണം ദൈവമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭക്ഷണം കഴിക്കുന്നതൊരു ഹിംസയാകാതെ പ്രാണോർജത്തെ സ്വീകരിക്കുന്ന ഒരു ആരാധനയായി മാറണം. ഭക്ഷണത്തെ നന്ദിയോടെയും സ്നേഹത്തോടെയും ആഗിരണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയകേന്ദ്രം പ്രവർത്തനക്ഷമമാകും. ഹൃദയത്തിൻ്റെ ഭാഷയായി ശിരസ് ഗണിതശാസ്ത്രത്തെ ഇഷ്ടപ്പെടുമ്പോൾ ഹൃദയം സംഗീതത്തെയും കവിതയുമാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മളൊരു വലിയ കലാകാരനാകണമെന്നില്ല, പക്ഷേ കുട്ടികളെപ്പോലെ നൃത്തം ചെയ്യാനോ പാടാനോ നമ്മൾ ശ്രമിക്കണം. നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ നമ്മുടെ ബോധം ശിരസിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാറും. ഗൗരവപൂർണമായ ജീവിതത്തെക്കാൾ ജീവിതത്തെ ഒരു തമാശയായി കണ്ട് കുട്ടികളെപ്പോലെ കളിക്കുമ്പോൾ ഹൃദയം ഊർജം സംഭരിക്കുകയും വികസിക്കുകയും ചെയ്യും. അനാവശ്യമായ ഗൗരവങ്ങൾ എന്തിനാണ് നമുക്ക്? മനസ്സ് ലോകത്തെ കഷ്ണങ്ങളായി മുറിച്ചു കാണിക്കുമ്പോൾ ഹൃദയം അതിനെയെല്ലാം കൂട്ടിയിണക്കുകയാണ് ചെയ്യുക. നമ്മുടെ ഹൃദയത്തിലൂടെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിലെ അദ്വൈതം വെളിപ്പെടും. ഓരോ അണുവും മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സത്യം നമ്മുടെ ഹൃദയത്തിൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. ഈ സ്നേഹാനുഭൂതിയാണ് യഥാർത്ഥ ആത്മീയത. ഹൃദയത്തിൻ്റെ ലോകമെന്നത് ആർദ്രമാണ്. അവിടെ യുക്തിയേക്കാൾ സ്നേഹത്തിനാണ് പ്രാധാന്യം. ഇതുവരെ നാം കേന്ദ്രീകരണത്തെക്കുറിച്ചും ഹൃദയത്തിൻ്റെ വികാസത്തെക്കുറിച്ചും മനസ്സിലാക്കി. എന്നാൽ നിത്യജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബന്ധങ്ങളിലാണ്. നമ്മുടെ ബന്ധങ്ങൾ പലപ്പോഴും കാപട്യത്തിൽ അധിഷ്ഠിതവുമാണ്. സ്നേഹം അഭിനയിക്കുമ്പോഴും ഉള്ളിൽ വെറുപ്പും ദേഷ്യവും അടിച്ചമർത്തുന്നത് നമ്മുടെ ബോധോദയത്തിന് തടസ്സമാകുന്നുണ്ട്. ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് നോക്കാം. മനസ്സെപ്പോഴും വിപരീത ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരറ്റത്ത് സ്നേഹമാണെങ്കിൽ മറ്റേ അറ്റത്ത് വെറുപ്പാണ്. ദേഷ്യം വരുമ്പോൾ ഇത് ഉള്ളിലൊതുക്കി സ്നേഹം അഭിനയിക്കുന്നത് അപകടവുമാണ്. ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ദേഷ്യം നമ്മുടെ സ്നേഹത്തെ തന്നെ നിർജീവമാക്കും. നമ്മൾ ദേഷ്യത്തിൽ വിശ്വസ്തനല്ലെങ്കിൽ നമുക്ക് സ്നേഹത്തിലും വിശ്വസ്തനാകാൻ കഴിയില്ല. സ്നേഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഈ പെണ്ടുള്ള ചലനം തിരിച്ചറിയുകയാണ് ആദ്യത്തെ പടി. ബന്ധങ്ങളിൽ സത്യസന്ധരായിരിക്കുക. ദേഷ്യം വരുമ്പോൾ അത് കാപട്യമില്ലാതെ പ്രകടിപ്പിക്കുക. എങ്കിൽ മാത്രമേ സ്നേഹത്തിൻ്റെ നിമിഷം വരുമ്പോൾ അതും സത്യസന്ധമാകൂ. ഈ സത്യസന്ധമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഈ വൈരുദ്ധ്യങ്ങളോട്, അതായത് സ്നേഹം, വെറുപ്പ് എന്നിവയോട് സ്വാഭാവികമായ ഒരു മടുപ്പ് തോന്നും. എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ രണ്ട് അറ്റങ്ങൾക്കിടയിൽ ആടിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങളെ മധ്യസ്ഥാനത്തേക്ക് നയിക്കും. അസത്യവാദികൾ ജന്മങ്ങളോളം മനസ്സിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ സത്യസന്ധർക്ക് മാത്രമേ മനസ്സിനെ മറികടക്കാൻ കഴിയൂ. മനസ്സ് നിലയ്ക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് വിപരീതങ്ങളില്ലാത്ത സ്നേഹം. ബുദ്ധൻ ഇതിനെ കാരുണ്യമെന്ന് വിളിച്ചു. ഇതിൽ ഉത്തേജനങ്ങളോ ജ്വരമോ ഇല്ല, മറിച്ച് നിശബ്ദമായ ഒരു അവസ്ഥയാണത്.
മഗ്ദലന മറിയത്തെ കണ്ടപ്പോൾ യേശു പറഞ്ഞത്, എനിക്ക് മാത്രമേ നിന്നെ സ്നേഹിക്കാൻ കഴിയൂ എന്നാണ്. കാരണം മറ്റുള്ളവരുടെ സ്നേഹം ആസക്തിയായിരുന്നു, എന്നാൽ യേശുവിൻ്റെ സ്നേഹം വിപരീതങ്ങളില്ലാത്ത ബോധത്തിൻ്റെ പ്രവാഹമായിരുന്നു. നമ്മുടെ യാത്ര ആരംഭിച്ചത് കേന്ദ്രീകരണത്തിൽ നിന്നാണ്. നമ്മൾ എവിടെ കേന്ദ്രീകരിച്ചാലും, അത് മൂന്നാം കണ്ണിലായാലും ഹൃദയത്തിലായാലും ലൈംഗിക കേന്ദ്രത്തിലായാലും, ആ കേന്ദ്രീകരണം പൂർണ്ണമാകുമ്പോൾ നമ്മുടെ നാഭി എന്ന നമ്മുടെ ആദിമ ഉറവിടത്തിലേക്ക് മടങ്ങും. ശിരസിൽ നിന്ന് ഹൃദയത്തിലേക്കും അവിടെ നിന്ന് നാഭിയിലേക്കുമുള്ള ഈ യാത്രയാണ് ബോധോദയം. കാപട്യമില്ലാതെ മധ്യത്തിൽ ഉറച്ചു നിന്ന് നമുക്ക് ആ ഉറവിടത്തെ കണ്ടെത്താം. പ്രിയമുള്ളവരെ, ദിവ്യബോധം എന്ന നമ്മുടെ ഈ പരമ്പരയുടെ ലക്ഷ്യം നമ്മളിലെ നിശബ്ദതയിലേക്ക് നയിക്കുവാൻ ഒരു വഴി അല്ലെങ്കിൽ ഒരു സ്പാർക്ക് നൽകുക എന്നതാണ്. മനസ്സിനെ വകവയ്ക്കാതെ ഹൃദയത്തിൻ്റെ ആർദ്രതയോടെ കേന്ദ്രീകൃതമായ ബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വലിയ ജ്ഞാനങ്ങൾ നൽകിയ പ്രിയങ്കരനായ ഓഷോ, അങ്ങേക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹമുള്ളവരെ, നിങ്ങളിലെ ആത്മചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം.